ഞാൻ എൻ്റെ സ്കൂളിൽ പാരൻറ്റിങ് ക്ലാസ്സിൽ ഏതാണ്ട് ഒരു 2.5 മണിക്കൂർ നടത്തിയൊരു പ്രസംഗത്തിൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിനുശേഷം കുറേ ആളുകൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ അമ്മയെക്കുറിച്ചൊന്നും പറയാത്തത്? അമ്മയെക്കുറിച്ച് പറയേണ്ടതല്ലേ, അത് അമ്മയെക്കുറിച്ചല്ലേ ആദ്യം പറയേണ്ടതെന്നുള്ളത് വാസ്തവമാണ്. അമ്മയെക്കുറിച്ച് ഞാൻ അന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ സമയം ഞാനെടുത്ത് പറഞ്ഞത് അമ്മയെക്കുറിച്ച് തന്നെയാണ്. അമ്മയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് അമ്മയെക്കുറിച്ച് പറയാനൊന്നും വാക്കുകളില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറേ ആളുകളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, കുറേ കുടുംബങ്ങളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ, അച്ഛനില്ലാതെ മക്കളെ വളർത്തുന്ന, അച്ഛനില്ലാതെ മക്കളെ വളരെ വിജയകരമായിട്ട് വളർത്തുന്ന ഒരുപാട് അമ്മമാരെ നമുക്ക് കാണാം. ഒരുപാട് അമ്മമാർ, അച്ഛൻ ചിലപ്പോൾ നാട്ടിലില്ലായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ജീവിച്ചിരിപ്പില്ലായിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള അച്ഛനില്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. പക്ഷേ ആ അമ്മമാർ മക്കളെ ഭയങ്കര ബോൾഡായിട്ട് വളർത്തുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വളർത്തുന്നുണ്ട്. പക്ഷേ അമ്മയില്ലാതെ മക്കളെ വളർത്തുന്ന അച്ഛന്മാർ വളരെ കുറവേ ഉള്ളൂ. ചുറ്റും നോക്കുമ്പോൾ അത്തരം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു, നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം. 2 കുട്ടികളെ വിഷം കൊടുത്ത് അച്ഛൻ സൂയിസൈഡ് ചെയ്തൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടു. ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഈ കുട്ടികളെ വളർത്താൻ അമ്മ കോവിഡ് കാലത്ത് മരണപ്പെട്ടു. ഈ കുട്ടികളെ വളർത്താൻ 12ഉം 15ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ ഈ അച്ഛന് തനിച്ച് വളർത്താൻ കഴിയുന്നില്ല. അദ്ദേഹം മരണക്കുറിപ്പ് എഴുതി വെച്ച് പോയത് എന്താ എഴുതിയിരിക്കണമെന്ന്, ഞാൻ അവളുടെ അടുത്തേക്ക് പോകുന്നു എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് മരണക്കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അച്ഛനും 2 മക്കളും സൂയിസൈഡ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ മക്കളെ തനിച്ച് വളർത്താൻ. അച്ഛനത് കഴിയില്ല. ഇതിൽ പരം അമ്മയ്ക്ക് വേറൊരു വിശേഷം നമുക്കിനി വേറെ കൊടുക്കാനില്ല എന്ന് തന്നെയാണ് പറയാം. പിന്നെ ഈ മ്യാവു എന്ന് പറഞ്ഞൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൗബിൻ അഭിനയിച്ച വളരെ രസകരമായ, ഇക്ബാൽ കുറ്റിപ്പുറത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സിനിമയാണ് മ്യാവു. പലരും കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് വളരെ ദേഷ്യക്കാരനായിട്ടുള്ള അച്ഛൻ്റെ അടുത്ത് തെറ്റിയിട്ട് അമ്മ പോവുകയാണ്. അമ്മ പോയി കഴിഞ്ഞ് ഈ 3 മക്കളെ വളർത്താനായിട്ട് അച്ഛൻ വളരെയധികം പാടുപെടുന്നു. ഒടുവിൽ അച്ഛൻ കഷ്ടത്തിലായിട്ട് അമ്മയെ വിളിക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. ആ സിനിമയിലെ ഏറ്റവും രസകരമായിട്ടുള്ള സീൻ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ എങ്ങനെയെങ്കിലും തിരിച്ചു വാ സുലു എന്ന് പറയുന്ന അച്ഛൻ അമ്മയെ തിരിച്ച് വിളിക്കുന്ന, കാരണം മക്കളെ വളർത്താൻ കഴിയുന്നില്ല, അച്ഛന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ കാല് പിടിച്ചാണ് ഭാര്യയുടെ അടുത്ത് പറയുന്നത്, നീ എങ്ങനെയെങ്കിലും തിരിച്ചു വാ. കാരണം അച്ഛന് തനിച്ച് മക്കളെ വളർത്താൻ ഒരിക്കലും കഴിയില്ല. അപ്പം മ്യാവു എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സീൻ അതാണെന്നുള്ള എനിക്ക് തോന്നുന്നു. അമ്മയ്ക്ക് മാത്രമേയാണ് വീട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ നല്ലൊരു മികച്ചൊരു മാനേജറാണ്. വീട് മാനേജ് ചെയ്യാന്ന് പറയും. ഇപ്പം എൻ്റെ വീട്ടിനടുത്ത് കുറേ ഹോസ്റ്റലിലൊക്കെ, ഡെൻ്റൽ കോളേജിൽ കുറേ കുട്ടികൾ വീടെടുത്ത് താമസിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന വീട് കാണുന്നുണ്ട്. പക്ഷേ ആ വീടൊക്കെ നമ്മളിങ്ങനെ വിട്ടുനിന്ന് നോക്കുമ്പോൾ പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണെങ്കിലും ആൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീടാണെങ്കിലും വീടാകെ അലങ്കോലമായിട്ട് കിടക്കുന്നത് കാണാം. അതിനൊറ്റ കാരണമുള്ളൂ, ആ വീട്ടിലൊരു നല്ലൊരു അമ്മയുണ്ടെങ്കിൽ ആ വീട് അലങ്കോലമായിട്ട് കിടക്കില്ല. ഡിസിപ്ലിൻഡ് ആയിട്ട് ആ വീടുണ്ടാവും. ഇത് ഒരു അമ്മ ഇല്ലാത്തതാണ്. ഒരു അമ്മ ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് ഡിസിപ്ലിൻ ഉണ്ടാവും, നല്ല വൃത്തി ഉണ്ടാവും, വെടിപ്പുണ്ടാവും, ഏറ്റവും നല്ല ചിട്ടയോട് കൂടിയിട്ടായിരിക്കും ആ വീട് നടക്കുന്നുണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് മാത്രമേ ഒരു വീടിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. വീട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്കും കഴിയില്ല. പിന്നെ അമ്മ എടുക്കുന്ന റോളുകൾ എന്തൊക്കെ റോളുകളാണ്? അമ്മ ടീച്ചറാണ്, ഡോക്ടറാണ്, അഡ്വക്കേറ്റാണ്, എൻജിനീയറാണ്, പ്ലംബറാണ്, കുക്കാണ്. ഒരുപാട് പണികളാണ് അമ്മ വീട്ടിൽ നിർവഹിക്കുന്നത്. ആർക്കത് സാധിക്കാം? ഒരാൾക്കും അത് സാധിക്കില്ല. എന്നിട്ടും പല കുട്ടികളോടും നമ്മൾ ചോദിക്കും, അച്ഛൻ എന്താ ജോലി? അച്ഛൻ എൻജിനീയറാണ്, അല്ലെങ്കിൽ അച്ഛൻ ഡോക്ടറാണ്, അല്ലെങ്കിൽ അച്ഛൻ ബിസിനസ് ചെയ്യുന്നു. അമ്മയ്ക്ക് എന്താ ജോലി? അമ്മയ്ക്കൊരു ജോലിയില്ല. ഇങ്ങനെയൊക്കെ പല കുട്ടികളും പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ആ കുട്ടികളെ ഞാനപ്പോൾ തിരുത്തി കൊടുക്കാറുണ്ട്, അമ്മയ്ക്കേ ജോലിയുള്ളൂ. അമ്മ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ജോലികളും നിർവഹിക്കുന്ന ആളാണ് അമ്മ. അതിൽ വേറൊരു വിശേഷണം വേറെ നമുക്കത് വേണ്ട. ഇപ്പോൾ അമ്മയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മ, നമ്മൾ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി അമ്മയ്ക്ക് രാത്രിയിൽ ഫോൺ ചെയ്താൽ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒറ്റ ചോദ്യം അമ്മ ചോദിക്കുള്ളൂ, എന്താ കഴിച്ചതെന്നുള്ളത്. നീ ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം കഴിച്ചത്? രാത്രി ഭക്ഷണം കഴിച്ചോ എന്ന്. ഈ ചോദ്യം അമ്മ മാത്രമേ ചോദിക്കൂ, വേറെ ആരും ചോദിക്കില്ല, വേറെ ഒരാളും ചോദിക്കില്ല. നമ്മളോട് ഇത്തരത്തിലുള്ള ചോദ്യം ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ, ഉച്ചയ്ക്കാണ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്നതെങ്കിൽ അമ്മ ഉടനെ ചോദിക്കുന്ന ചോദ്യം, അമ്മ മാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ഭക്ഷണം തരാം. ഇത് വേറെ ആരും ചോദിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വിശേഷണം, അമ്മയില്ലാത്ത വീട് എന്ന് പറയുന്നത് അത് വേറെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ വീട്ടിൽ കയറി ചെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ വീട്ടിൽ അമ്മയില്ല, അല്ലെങ്കിൽ നല്ലൊരു അമ്മയുടെ കുറവ് ആ വീട്ടിലുണ്ട് എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ പലരും അമ്മയോടുള്ള സ്നേഹം, അമ്മയോടുള്ള ഇഷ്ടം
പല ആളുകളും മറന്നു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. പലരും അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണീരൊഴുക്കുന്നത് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അമ്മ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മയെ സ്നേഹിക്കേണ്ടത്, പ്രണയിക്കേണ്ടത്, ഇഷ്ടപ്പെടേണ്ടത്, കെട്ടിപ്പിടിക്കേണ്ടത്, ഉമ്മ വയ്ക്കേണ്ടത്, അമ്മയോടുള്ള സ്നേഹം തുറന്ന് പറയേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും. മരിച്ചു കഴിഞ്ഞതിന് ശേഷമല്ല അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അമ്മയെ അംഗീകരിക്കുക, അമ്മയെ സ്നേഹിക്കുക, അമ്മയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ നമുക്ക് പാടായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.